കായംകുളം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ജാക്കറ്റുകൾ വിതരണം ചെയ്തു. സംഘടനയുടെ ഓപ്പോൾ പദ്ധതി പ്രകാരം 67 സേനാംഗങ്ങൾക്കാണ് ജാക്കറ്റുകൾ നൽകിയത്. റോട്ടറി ക്ലബ്ബ് 3211 ഡിസ്ട്രിക്റ്റിന്റെ നേതൃത്വത്തിലാണ് കായംകുളം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ജാക്കറ്റുകൾ വിതരണം ചെയ്തത്. സംഘടന നടപ്പാക്കുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ ഓപ്പോൾ പദ്ധതി പ്രകാരമായിരുന്നു നഗരസഭയിലെ 67 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ജാക്കറ്റുകൾ നൽകിയത്. ഇത് ചെയ്യുന്ന റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ പുതിയ പ്രോജക്റ്റാണ് ഓപ്പോൾ, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ്. അതിൻ്റെ ഭാഗമായിട്ട് റോട്ടറി ക്ലബ്ബുകൾ ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഹരിതകർമ്മസേനയ്ക്ക് ഈ ജാക്കറ്റ് ഇന്നിവിടെ വിതരണം ചെയ്തത്. അതിന് ചെയർപേഴ്സന് എല്ലാവിധ നന്ദിയും പറയുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് ഒ മാധവൻ, സെക്രട്ടറി അനിയൻ കുറിച്ചിയിൽ, വൈസ് പ്രസിഡന്റ് മാന്നാർ ഷെരീഫ്, സുരേഷ് ആനന്ദ്, ജഗദീഷ്, അലീന തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ ചെയ്യുന്ന കഷ്ടതകളെ കണ്ടുകൊണ്ട് അവരെ മുന്നിൽ നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് റോട്ടറി എന്ന പ്രസ്ഥാനം ആശയത്തിൽ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. കായംകുളം മുനിസിപ്പൽ പ്രദേശത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് 67ഓളം നമ്മുടെ സഹോദരിമാർ ചെയ്യുന്ന പ്രവൃത്തി വളരെയധികം അഭിനന്ദനാർഹമാണ്. മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ സംസ്കരിക്കാവുന്ന മാലിന്യങ്ങളാണ് നമ്മുടെ വീടുകളിൽ തന്നെ. അത് വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് നമ്മൾക്കറിയാം. അതിനെ മാറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്ന ഈ ഒരു പദ്ധതി. അതിലൂടെ വനിതകളാണ് മുൻനിരയിൽ നിൽക്കുന്നത്, അവരെ കൊണ്ടാണ് ചെയ്യുന്നത്. 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ജാക്കറ്റുകൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.